നമ്മൾ സമരവുമായി അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഏറ്റവും സർക്കാരിന് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കാനോ പ്രയാസങ്ങൾ ഉണ്ടാക്കാനോ കഴിയാത്ത തരത്തിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അത് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് നേടിയെടുക്കാതെ ഞങ്ങൾ പോകില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങൾ നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇന്ന് ഒരു സർക്കുലർ വന്നിരിക്കുകയാണ് NHM ഡയറക്ടറേറ്റിൽ നിന്ന്. നാളെ മുതൽ ആശാവർക്കർമാർ ജോലിക്ക് കയറണം, അതല്ലെങ്കിൽ അവർ മറ്റാളുകളെ വെച്ച് ചെയ്യിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ NHM ഡയറക്ടറേറ്റിലും ഈ ആരോഗ്യമന്ത്രിക്കും ധനകാര്യമന്ത്രിക്കും ലേബർ കമ്മീഷണർക്കും അടക്കം കത്ത് അല്ലെ പണിമുടക്ക് നോട്ടീസ് കൊടുത്തുകൊണ്ടാണ് ഈ പണിമുടക്കിലേക്ക് പോയത്. ആ വിഷയം ഒന്ന് വിളിച്ച് ചർച്ച ചെയ്ത് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാതെ ഇത്തരത്തിൽ ഒരു നടപടിയുമായിട്ട് വരുന്നത് തീർച്ചയായിട്ടും സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ ഭയപ്പെടുത്തി അതിൽ നിന്ന് വേണ്ടിയിട്ടാണ്. എന്തായാലും അവിടെ വന്നിരിക്കുന്ന ഒരാശമാരും ഭയപ്പെട്ടു പോകില്ല. ഈ ഡിമാൻഡ് നേടിയെടുക്കുക എന്നുള്ള ലക്ഷ്യം മുൻനിർത്തി തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ സഖാവ് KN ഗോപിനാഥ് പറഞ്ഞതുപോലെ ഒരു സർക്കാരിനെ അട്ടിമറിപ്പിക്കാനോ രാജിവെപ്പിക്കാനോ ഒന്നുമല്ല. നമ്മളവിടെ ഇരിക്കുന്ന മുദ്രാവാക്യം വിളിക്കുന്നത് ഞങ്ങളുടെ ഓണറേറിയ 21,000 രൂപയാക്കി തരണം, 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം തരണം, അത് തന്നിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ഈ കുറച്ച് പാവപ്പെട്ട ആശാവർക്കർമാർ വന്നിട്ട് ഇവിടുത്തെ സർക്കാരിനെ അട്ടിമറിക്കാനാണോ? ഇതൊക്കെ എന്തൊരു പറച്ചിലാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും 3-ാം തീയതി നിയമസഭാ മാർച്ച് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ സമരം ജില്ലകളിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട്. 27-ാം തീയതി ഇപ്പോൾ ആലപ്പുഴയിലും നമ്മൾ പിന്നെ മലപ്പുറത്തും 27-ാം തീയതി പരിപാടിയുണ്ട്. 28-ാം തീയതി കോഴിക്കോടും ആലപ്പുഴയിലും പരിപാടി നടക്കുന്നുണ്ട്. മറ്റ് ജില്ലകളിലും ഞങ്ങൾ പരിപാടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം കൂടെ, നിയമസഭ തുടങ്ങുന്ന ദിവസം നമ്മൾ കേരളത്തിലെ ആശമാരോട് വീണ്ടും സെക്രട്ടേറിയറ്റിലേക്ക് വരാൻ ആവശ്യപ്പെടുകയാണ്. അന്ന് ഞങ്ങളെ പിന്തുണയ്ക്കുന്ന ആളുകളും കൂടി ഈ സമരത്തോടൊപ്പം ചേരണമെന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യാം. ശരി, അവസാനം വേഗം ശ്രീ ഗോപിനാഥ് അങ്ങ് കൈവർത്തിയുണ്ട്. വേഗം വേണു 27-28 ചില സ്ഥലത്ത് ചില അസൗകര്യങ്ങൾ കൊണ്ട് മാർച്ച് 3-ലേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ കഴിയുന്നത്ര 27-നും 28-നും ഏതാണ്ട് ഒരു ഈ ആശാവർക്കർമാരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് AG's ഓഫീസിന്റെ മുമ്പിലും കേരളത്തിലെ 14 ജില്ലകളിലും സമരമായിട്ട് ഞങ്ങൾ വീണ്ടും വരികയാണ്. ഞങ്ങൾ ഫോക്കസ് കേന്ദ്ര ഗവൺമെന്റ് മുമ്പിലാണ്. കേന്ദ്ര ഗവൺമെന്റ് മുമ്പിലാണ്. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഈ 7,000 രൂപ വരെ വന്നത് പിണറായി വിജയൻ സഖാവ് ഞങ്ങൾക്ക് അല്ലെ ആ ഗവൺമെന്റ് എന്തെങ്കിലും ആശാ വർക്കർമാർക്ക് 7,000 രൂപ കൊടുത്തേക്കാന്ന് വിചാരിച്ചല്ല, മറിച്ച് അതിശക്തമായ സമരം നടത്തിയിട്ടാണ് ഈ വർഷങ്ങൾ ഇത്രയും നിരന്തരമായ സമരം നടത്തി ഓണറേറിയം വർദ്ധിപ്പിക്കുക നടത്തിയ സമരത്തിലൂടെയാണ് കിട്ടിയത്. സംഘടന അടക്കവും നടത്തിയിട്ടുണ്ട്. സന്തോഷമുള്ള കാര്യമാണ്. സമരങ്ങളിലൂടെ പറ്റുള്ളൂ.